അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ടൊറൻറ്റോ വരെ ഒന്ന് പോവുകയാണ്. ഇവിടെ സാറ്റർഡേ ആണ് കേട്ടോ. അപ്പം വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം പ്രത്യേകം ഞങ്ങളൊന്ന് പോന്ന്. പിന്നെ ഇന്ന് എൻ്റെ ഒരു ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് നമുക്കൊന്ന് വെളിയിൽ പോവാം. അങ്ങനെ ഒന്ന് വെളിയിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ടൊറൻറ്റോയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് സമയം ഇപ്പം വൈകിട്ട് ഒരു 5 ഒക്കെ ആയി കേട്ടോ. അപ്പോൾ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു നൈറ്റ് മാർക്കറ്റിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഷോളും പിന്നെ ജാക്കറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ലേക്ക് സൈഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ലേക്കിൻ്റെ സൈഡ് ആകുമ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റൊക്കെ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ദേ അവിടെ എത്താറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ടൊറൻറ്റോ ഡൗൺ ടൗണിലോട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ അപ്പോൾ ഈ സാറ്റർഡേയ്സ് ആൻഡ് സൺഡേയ്സിലാണ് ഈ നൈറ്റ് മാർക്കറ്റ് അവിടെ തുറക്കുന്നത്. അത് സമ്മർ ടൈമിൽ മാത്രമാണ് കേട്ടോ തുറക്കുന്നത്. പിന്നെ ദേ ഇതാണ് CN ടവർ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പോകുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ്, CN ടവറിൻ്റെ ബാക്കിലായിട്ടാണ്. പക്ഷേ കാണുമ്പോൾ നമുക്ക് അടുത്തായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങി വേണം അങ്ങോട്ട് വരേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഡൗൺ ടൗണിൽ പാർക്കിംഗ് എന്ന് പറയുന്ന വലിയൊരു പ്രോബ്ലം ആണ് കേട്ടോ. എല്ലാം പെയ്ഡ് പാർക്കിംഗ് ആണ്. പിന്നെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് കിട്ടാറുമില്ല. ഇവിടെയാണ് ശരിക്കും നമുക്ക് വരേണ്ടത്. അപ്പം ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ കൂടെ പാർക്കിംഗ് അന്വേഷിച്ച് പോവുകയാണ്. പിന്നെ ചില സ്ഥലത്ത് നല്ല പേയും ഉണ്ട്, നല്ല കാശും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ നോക്കിയിട്ടാണ് കാർ പാർക്ക് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ, നടന്ന്. പിന്നെ ഇവിടെ പൊതുവേ പറയുകയാണെങ്കിൽ പിന്നെ സാറ്റർഡേ സൺഡേയ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഇതേണ്ട ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. 2 ബസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് എടുത്തതാണ്. അപ്പം ഇത് സിറ്റിക്കകത്തേ ഓടത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകത്തുമില്ല, പുറത്തൊന്നും പോയില്ല. അപ്പം ഞങ്ങോട്ട് പോയപ്പോഴത്തേക്കും ദേ ഹാർബർ കണ്ടു. അപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങളെ. ഇത് ഇവിടുന്നാണ് ഹാർബർ ടൂർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അഡൽട്ടിന് ഒരു $10 $9 സംതിങ് ഉണ്ടാണ്. സീനിയേഴ്സിനും കുറച്ചുകൂടെ താഴെയുള്ള കുട്ടികൾക്കും കുറച്ച് കുറവാണ്. പക്ഷേ 2 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫെറി എടുക്കും. ഫെറിയിലാണ് ദേ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫെറിയിൽ കൊണ്ടുപോയി നമ്മളെ കാണിക്കും. സെൻട്രൽ ഐലൻഡ് എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കൊണ്ടുപോയി അവർ ചുറ്റിക്കറങ്ങി വരും. പക്ഷേ നേരത്തെ പോകണം. കുറച്ചുകൂടി നേരത്തെയൊക്കെ പോയിട്ട് നമുക്ക് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ ഇവിടെ സാറ്റർഡേ സൺഡേയ്സിലൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ നല്ല തിരക്കായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഇവിടെ നടക്കാനും പിന്നെ ഇവിടെ വന്ന് ലേക്കിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനും ഒക്കെ വരും. ആ ലേക്ക് വ്യൂ ഒക്കെ കാണാൻ. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൊറൻറ്റോയുടെ ഫുൾ ഒരു വ്യൂ കാണാം. അപ്പോൾ ഇതാണ് ശരിക്കും നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇത് പലതരത്തിലുള്ള ഫുഡ് കോർട്ട്. നാട്ടിൽ നമ്മൾക്ക് എക്സിബിഷനൊക്കെ നടക്കുമ്പോൾ ഉള്ള ഫുഡ് കോർട്ടില്ലേ, അതേപോലെ തന്നെയാണ് പല പല വിഭവങ്ങൾ. അപ്പോൾ ചൈനീസും പിന്നെ ബാർബിക്യൂ, പിന്നെ എന്താ ജമൈക്കൻ, അങ്ങനെയൊക്കെ ഉള്ള പല പല ഫുഡുകൾ. അപ്പോൾ എല്ലാവരും വന്ന് ഇവിടുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെ പോവും. അങ്ങനെ പിന്നെ എന്താ ഡംപ്ലിങ്സ് ജാപ്പനീസിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം വരെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ അത് നോക്കിക്കൊണ്ട് പോവുകയാണ്. എല്ലാം ഒന്ന് നോക്കിയിട്ട് പിന്നെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടെ എപ്പോഴും തിരക്കാണ്. വീക്കെൻഡ്സിൽ നല്ല റഷാണ്. അപ്പോൾ ഇതിപ്പം രാവിലെ തുടങ്ങുന്നതാണ് കേട്ടോ. ആൾക്കാർ ഇങ്ങനെ വന്നും പോയും നിൽക്കും. പിന്നെ അതേ കണക്ക് തന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഇത് എനിക്കൊരു സൂംബ ഡാൻസ് പോലെ ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണ്. ഈ സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും പല തരത്തിൽ ഉള്ള കളികളും അതും ഡാൻസും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറേ നേരം അവർ നോക്കി പോയി ഫുഡൊക്കെ നോക്കുന്ന സമയം ഞാൻ പതുക്കെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് ടൊറൻറ്റോ ഡൗൺ ടൗൺ ആണ് കേട്ടോ. ഡൗൺ ടൗൺ ആകുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര തിരക്കും പിന്നെ ബിൽഡിങ്ങിൽ നിറച്ചും ബിൽഡിങ്ങും ഒക്കെയാണ്. ദേ ഇതാണ് കേട്ടോ. വേണ്ട എല്ലാവരും കുറേ നേരം കളിക്കുന്നു. അപ്പം ഞാനും ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഒരു ഫണ്ണിനായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ ഫുഡ് വാങ്ങിക്കാൻ പോയി. അവർ ഫുഡും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഒരാൾ നേരെ ജാപ്പനീസിൻ്റെ ആളാണ്. അപ്പോൾ പുള്ളിക്കാരി ഇളയാൾ മേഘ ഡംപ്ലിങ്സ് വാങ്ങിക്കാൻ പോയി.
പിന്നെ വർഷ ടാക്കോ ബെല്ല് വാങ്ങിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ലൈനപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലൈനിൽ നിന്ന് വേണം വാങ്ങിക്കേണ്ടത്. അങ്ങനെ അവർ അത് പോയി വാങ്ങിച്ചു. പിന്നെ കോണുണ്ട് കേട്ടോ, ബാർബിക്യൂ ചെയ്ത കോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ്. ഇതാണ് ഡംപ്ലിങ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ടാക്കോ ബെല്ലൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് മാറി ഇരുന്ന് കഴിക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ലേക്കാണ് കേട്ടോ. അപ്പം ലേക്കിൻ്റെ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് നടന്ന് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കറങ്ങി ഒന്ന് കാണിക്കാം. അപ്പം കണ്ട CN ടവറിനും ബാക്കിയുള്ള ബിൽഡിങ്സ്, ആ ബിൽഡിങ്സ് എല്ലാം അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ ഉള്ളത് ഫുൾ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ മൊത്തത്തിൽ. അങ്ങനെ പിന്നെ ടാക്കോ ബെല്ലും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് അവരെല്ലാവരും കൂടെ കഴിച്ചു. എനിക്ക് പിന്നെ ഇതിനോട് വലിയ അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം കഴിക്കാൻ പോയില്ല. ഞാൻ പതുക്കെ അവിടുന്ന് ലേക്ക് സൈഡിലോട്ട് പോകാമെന്നും പറഞ്ഞ് അവരെയും വിളിച്ചിട്ട് പതുക്കെ ലേക്ക് സൈഡിലോട്ട് പോയി. കണ്ട CN ടവർ കാണാൻ കണ്ടോ? ഇതിൻ്റെ ബാക്കിലായിട്ട് തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ കറങ്ങി ഇങ്ങനെ വരണമെന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. എന്നുവെച്ചാൽ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കും കേട്ടോ, വൈകിട്ടൊക്കെ ഒരു ഫണ്ണിനായിട്ട്. അപ്പോൾ സമയം നന്നായിട്ട് ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ട്, ഇതാണ് ലേക്ക് കേട്ടോ. അപ്പം ലേക്കിൻ്റെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. ഫുഡൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന് കഴിച്ചു. അപ്പോഴും നോക്കിയപ്പോഴത്തേക്കും ഒരു പിന്നെ ബോട്ട് വന്ന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല നല്ല വലിയൊരു ബോട്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാവരും ഒരേപോലത്തെ ടീഷർട്ടൊക്കെ ധരിച്ച് കുറേ ആൾക്കാരിയ്ക്കുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇനി ഇത് എനക്ക് ഒരു ടൂർ പോലെ പോയതാണോ അതോ ഈ ചരക്ക് കപ്പൽ പോലത്തെയാണോ എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതും നോക്കിക്കൊണ്ടൊക്കെ അവിടെ നിന്നു. അപ്പോൾ അത് വന്നിങ്ങനെ ഇതിനോട് കരയോട് ചേർന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പതുക്കെ അവിടുന്ന് മുന്നോട്ട് പിന്നെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് ലേക്കിലോട്ട്. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വീണ്ടും കുറേ ആൾക്കാർ കൂടിയൊക്കെ നിൽക്കുന്ന കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് സ്പാനിഷ് സോങ് ഇട്ടൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് കപ്പിൾസും ലവേഴ്സും എല്ലാം നിന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സോങ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരുമോ എന്നറിയില്ല. അതുകൊണ്ട് സോങ് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം ഏതാണ്ട് 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്മർ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ഇരുട്ടാൻ ലേറ്റ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ട് അവിടുന്ന് പതുക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫ്രൈഡ് റൈസും പിന്നെ എന്താ സ്ക്വിഡ് ഫ്രൈയും ചില്ലി ചിക്കനും അതൊക്കെല്ലാം ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചു. ഇത് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിതാണ് ചൈനീസാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രി 1:00 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ ഒരു വിശേഷങ്ങൾ, ഒരു ചെറിയ ഒരു ഈവനിങ് വ്ളോഗായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ.